എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ അടിപൊളിയായിട്ട് പോണു. ഞാനിപ്പോൾ രാത്രിയിൽ ഒരു പുതിയ ശീലം തുടങ്ങിയിട്ടുണ്ട്. ജേണൽ എഴുതുക എന്നുള്ളൊരു ശീലം. അത് ന്യൂ ഇയർ ഒക്കെയാണ് സാധാരണ എല്ലാവരും തുടങ്ങാറ്. ഞാൻ ഒരു മാസം ഒന്ന് വൈകിപ്പോയി. ജനുവരി എന്നുള്ളത് ഫെബ്രുവരി ആയി. കാരണം ജാനുവരിയിലാണ് ഞാൻ ഈ ഒരു ബുക്ക് ഓർഡർ ചെയ്തത്. ഫെബ്രുവരി ആയി കിട്ടാൻ. പിന്നെ ഇപ്പോൾ ജനുവരി ഒരു മാസത്തെ എഴുതിയില്ല, എന്നാലും വേണ്ടില്ല, എഴുതി നോക്കാം എന്നിങ്ങനെ വിചാരിച്ചു. സംഭവം നല്ല അടിപൊളി ബുക്ക്. അതിനെപ്പറ്റി ഞാൻ വേറൊരു ദിവസം പറയട്ടെ. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് എഴുതുമ്പോൾ ഞാനിങ്ങനെ ഇതിലിങ്ങനെ ഓരോ വിഷൻ ബോർഡ് പോലെയാണ്. അപ്പം അപരംഷേട്ടനും മിത്തുക്കുട്ടിയും ഓൾറെഡി ഇങ്ങനെ പ്ലാനറും ഇതൊക്കെ എപ്പോഴും ചെയ്യണ ആൾക്കാരാണ് പണ്ട് മുതലേ. അപ്പം ഞാൻ വിചാരിച്ചു ഞാനൊന്ന് തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഈ ഒരു സമയത്ത് അതിങ്ങനെ ഇരുന്ന് എഴുതുന്ന ഒരു പരിപാടിയിലാണ് കേട്ടോ. അപ്പം ഞാൻ അതിലിങ്ങനെ എഴുതിയ 1-2 സംഭവങ്ങളുണ്ട് പുതിയതായിട്ട് പഠിക്കണം എന്ന് വിചാരിച്ചതും. അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം അതിൽ ഞാനിങ്ങനെ ആഡ് ചെയ്തതായിരുന്നു സ്കിൻ കെയർ ഈ വർഷം മുതൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കാം എന്നുള്ളത്. കാരണം ഞാൻ അങ്ങനെ സ്കിൻ കെയർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളൊന്നല്ല. സ്കിന്ന് നന്നായിട്ട് ശ്രദ്ധിക്കും, 2 ദിവസം കഴിഞ്ഞാൽ പിന്നെയും അത് പഴയ പോലെ തന്നെയാവും. 2-3 ദിവസത്തിൽ കൂടുതൽ എനിക്ക് അതിനുള്ള ക്ഷമയില്ല. അപ്പോൾ ഈ അടുത്ത് ഞാൻ പെഡിക്യൂർ ചെയ്തു കേട്ടോ. കാലിൻ്റെ ഒക്കെ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് തന്നെ സഹതാപം തോന്നി. പെഡിക്യൂർ ചെയ്തപ്പോഴാണ് അവർ പറഞ്ഞത്, എന്താണിത്, കാലൊക്കെ ഒന്ന് നന്നായിട്ട്, ഐ മീൻ നമ്മളിങ്ങനെ ജസ്റ്റ് കഴുകല്ലേല്ലോ കുളിക്കുമ്പോൾ, അതല്ലാതെ കുറച്ചും കൂടെ ഇങ്ങനെ എന്നും ഓയിലൊക്കെ തേച്ച് അങ്ങനെയൊക്കെ. മുഖത്ത് ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് സ്കിൻ കെയർ, നിങ്ങൾക്കും അറിയാം. പക്ഷെ ഞാനങ്ങനെ ബോഡിയിലും അതും അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രായമായി വരില്ലേ, അപ്പോൾ കുറച്ചിങ്ങനെ ഭയങ്കര പൊതുവെ ഡ്രൈ ആണ്, ചുളിവാണ്. അപ്പം അങ്ങനെ കുറച്ച് സ്കിൻ കെയറും പരിപാടികളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഈ വർഷം മുതൽ ഇങ്ങനെ ഇതിൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു 1 വീക്കായിട്ട് നല്ല കുട്ടിയാണ്. ഇനി എത്ര ദിവസം ഉണ്ടാവും എന്നറിയില്ല, എപ്പോഴാണ് നിർത്താമെന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പ്രൊമോഷൻ വീഡിയോ എന്നല്ല, നിങ്ങൾ പേടിക്കേണ്ട, ഇത് പ്രൊമോഷനാണെന്നുള്ളത്. അപ്പം ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കുന്ന തുടരാൻ പോവും എന്തായാലും തുടരും, കാരണം പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ. അപ്പോൾ തുടരുന്ന ഈ ഒരു സ്കിൻ കെയർ റൂട്ടീനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. മെയിനായിട്ട് എന്താണ് തുടങ്ങിയതെന്നും കൂടെ ഞാൻ എന്തായാലും ഇതിൻ്റെ കൂടെ പറയാം കേട്ടോ. അപ്പം ഞാൻ ഈ വാങ്ങിച്ച എല്ലാ സാധനങ്ങളും ആമസോണിൽ നിന്നാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കാം. ഇപ്പോൾ ഈ വാലന്റൈൻസ് ഡേ ഓഫറും കാര്യങ്ങളും, ഇപ്പോൾ വാലന്റൈൻസ് ഡേ വരാൻ പോകണം. അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലോ എന്തൊക്കെയാണ് സ്കിൻ കെയർ എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ മുഖത്തെ പരിപാടികൾ ഞാൻ എന്നും ചെയ്യാറുണ്ട്. അപ്പം ഇതാണ് ആ സെറ്റാഫിൽ ജെന്റൽ സ്കിൻ ക്ലെൻസർ. ഇത് നമുക്ക് ടീൻസിനും യൂസ് ചെയ്യാം, നമുക്കും യൂസ് ചെയ്യാം. ഇത് ഭയങ്കര നല്ലതാണ്. അപ്പം ഇതിട്ടിട്ടാണ് നമ്മൾ മുഖം കഴുകുക, ഫേസ് വാഷ് ചെയ്യാറ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിപ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ടുള്ള യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ടോണറൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമാണ്. പക്ഷെ ഞാൻ ഇത് നിർത്തിയിട്ടുണ്ടായിരുന്നു ഒരു കൊല്ലമായിട്ട്. എന്തോ ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് വാങ്ങാൻ മറന്നു. അതാണ് സത്യം. സ്കിന്നിൽ അത്ര സ്കിൻ കെയറിലൊരു പ്രാന്ത് ഇല്ലാത്തതുകൊണ്ട് അത് വാങ്ങാൻ മറക്കും. അപ്പോൾ ഫേസ് വാഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെയും മെയിനായിട്ട് രാത്രി കിടക്കുമ്പോഴെങ്കിലും ഈ ഒരു ടോണർ, രാവിലെയൊക്കെ കണക്കാണ്, ഈ ഒരു ടോണർ ഇങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്യും. അപ്പോൾ അത് ബയോട്ടിക്കിൻ്റെയാണ് വാങ്ങിയത്. കാരണം ഞാൻ മുന്നേ ബയോട്ടിക്കിൻ്റെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല മണമുള്ളതോ, റോസിൻ്റെ മണമുള്ള ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത് നല്ലതായിട്ട് തോന്നി. അപ്പോൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഫേസ് സിറം, അത് ഓരോരുത്തരും ഓരോ ഫേസ് സിറാണ് യൂസ് ചെയ്യുക. എനിക്ക് വൈറ്റമിൻ സി ഫേസ് സിറം ഓക്കെയാണ്. ചിലവർ ആക്നെ ഉള്ളവർ വേറെ യൂസ് ചെയ്യും, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് മുഖത്തിന് ക്ലിയർ സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഒരു വൈറ്റമിൻ സി ഫേസ് സിറം, ഇത് ഞാൻ ഡെർമാക്കോൻ്റെയാണ് യൂസ് ചെയ്യാറ് കേട്ടോ. കാരണം എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ സ്കിന്നിന് നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ എപ്പോഴും ഇത് ഞാൻ എത്ര വർഷങ്ങളായിട്ട് ഞാൻ പറയണതാണ്, എൻ്റെ സ്കിന്നിന് ബെസ്റ്റാണ് ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനാണ്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഫേസ് വാഷ്, ടോണർ, വൈറ്റമിൻ സി ഫേസ് സിറം, മോയ്സ്ചറൈസർ. രാവിലെ മാത്രം ഞാൻ സൺസ്ക്രീൻ, അത് പിന്നെ ഒരു ദിവസം മുടക്കാറില്ല. കാരണം സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടാണ് എൻ്റെ മുഖത്ത് ഗ്ലോ വന്നു തുടങ്ങിയത്. അതുവരെയും സൺ ടാൻ ഞാൻ ഒട്ടും ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരുന്നു. ഈ സൺ ടാൻ ഭയങ്കര സൺ ടാൻ ആയിരുന്നു പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന മുതൽ. അതെ, ഇവിടെ വന്നിട്ടും അതെ. പക്ഷേ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ശേഷം എനിക്ക് ആ ഒരു മുഖത്തെ കരിവാളിപ്പ് എന്ന് പറയുന്ന സംഭവം ഇല്ല കേട്ടോ. അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമാക്കോൻ്റെ തന്നെ ഈ ഒരു സൺസ്ക്രീനാണ്. പിന്നെ നമുക്ക് ബോഡിയിൽ ഞാൻ പറയില്ല, നല്ല ഡ്രൈ സ്കിന്നാണ്. ഞങ്ങളുടെ 3 പേരെയും ഭയങ്കര ഡ്രൈ സ്കിന്നാണ് കേട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞ ഉടനെ നമ്മളിപ്പോൾ തേക്കാൻ തുടങ്ങി. ഞാൻ മുഖത്ത് മാത്രമാണ് അപ്ലൈ ചെയ്തിരുന്നു പറഞ്ഞാൽ ബോഡിയിൽ അങ്ങനെ നോക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സ്കിന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഞങ്ങൾ 3 പേർക്കും അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 വാങ്ങിയിട്ടുണ്ട് 3 പേർക്ക് അപ്ലൈ ചെയ്യാൻ. അതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഈ പ്ലമ്മിൻ്റെ ബോഡി ഓയിൽ.
നല്ല വാനിലയുടെ മണമാണ്. വാനില ഇത് ഇഷ്ടമുള്ളവർക്ക് ഫ്രാഗ്രൻസ്. ഇന്നിപ്പോൾ ഞാൻ ഇതാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇതൊരു ഓയിലാണ്, അതായത് ഒരു കുഞ്ഞു ഓയിലിൻ്റെ പോലെയാണ്. പക്ഷെ എന്നാൽ എണ്ണമെഴുക്കില്ല. പക്ഷെ എണ്ണയുടെ ഒരു ഇത് ഒട്ടും പറ്റാത്തവർക്ക് ഇത് പറ്റുമെന്നറിയില്ല. ഞാനിപ്പോൾ അതാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. സ്കിന്ന് ഒരു ഭയങ്കര സോഫ്റ്റ് ആവും ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു എണ്ണ തേക്കുന്ന പോലെ, പക്ഷെ ഫുൾ വാനിലയുടെ ഒരു മണമായിരിക്കും. നമ്മളെ നല്ലൊരു മണമായിരിക്കും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ ഈ മണം കൂടെ നോക്കിയിട്ടാണ് വാങ്ങാറ് കേട്ടോ. പിന്നെ എംകഫൈൻ്റെ സമ്മർ ബ്രീസ് പെർഫ്യൂം ബോഡി ലോഷൻ. ഇതിനൊരു എന്തിൻ്റെയാണ് പറയുക, ഒരു കോഫിയുടെയോ. അപ്പോൾ അതും ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് മറക്കാതിരിക്കാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ബാത്റൂമിൻ്റെ ഉള്ളിൽ വെക്കുക എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും മറക്കും. അപ്പോൾ അതുകൊണ്ട് ബാത്റൂമിൻ്റെ ഉള്ളിലാണ് ബോഡി ലോഷൻ എപ്പോഴും വെക്കേണ്ടത്. കാരണം ബാക്കി മുഖത്തെ പരിപാടിയൊക്കെ നമ്മൾ പുറത്ത് വന്നിട്ട് നമ്മളെ സമാധാനമായിട്ട് ചെയ്യും. പക്ഷെ ബാത്റൂമിൻ്റെ ഉള്ളിൽ നമ്മൾ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തിറങ്ങിയാൽ പിന്നെ അയ്യടാ ബോഡി ലോഷൻ തേക്കാൻ മറന്നു, അപ്പം ഇനിയിപ്പോൾ നാളെ ആവട്ടെ അങ്ങനെയാണ് ഞാനിത് വിടാറ്. അപ്പോൾ ബാത്റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഈ വക സംഭവങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ആ ഒരു ഫുൾ തോർത്തി ആ ഒരു ചെറിയ നനവോടുകൂടി ഫുൾ അപ്ലൈ ചെയ്യുമ്പോൾ ബോഡിയിൽ നല്ല സോഫ്റ്റ് കൂടും. ഭയങ്കര ഡ്രൈയിൽ അപ്ലൈ ചെയ്യുന്നേക്കാളും രാവിലെ വൈകിട്ട് മേലഴുകി ഉടനെ തുടച്ചിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കുറച്ചും കൂടെ ഒരു സോഫ്റ്റ്നെസ് കൂടും. അപ്പോൾ ഇത് സൂപ്പറാണ് എംകഫേൻ്റെ ഇതും. പിന്നെ എക്സ്ട്രാ ഡ്രൈ ആണെങ്കിൽ ഓയിൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഇതും അടിപൊളിയാണ് കേട്ടോ. മിത്ത് കുട്ടിക്ക് ഞാൻ വാങ്ങിയത്, കാരണം മിത്തു വേറെ ബാത്റൂമിൽ മിത്തുവിന് വേറെ തന്നെ വെക്കണമല്ലോ. മിത്തുവിനും ഈ ബോഡി ലോഷൻ അപ്ലൈ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് പ്ലമ്മിൻ്റെ വാനില കാരമല്ലോ. ഇതാണ് എനിക്ക് ആക്ച്വലി ഇഷ്ടമായത്. പക്ഷേ മിത്തുവിന് ഇത് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് മിത്തു അതാണ് എടുത്തത് കേട്ടോ. ഒരു കൊക്കോ ബട്ടറിൻ്റെ എന്തൊരു മണറോ, ഇത് കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങിയ നല്ലൊരു മണമാണ്. പ്ലമ്മിൻ്റെ തന്നെയാണ് കേട്ടോ. വാനില കാരമല്ലോ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ അടുത്ത് ചെയ്യാൻ തുടങ്ങിയൊരു കാര്യം ഞാൻ പറഞ്ഞില്ല, പെഡിക്യൂർ ചെയ്തപ്പോൾ അവർ സജസ്റ്റ് ചെയ്തതാണ്. മാനിക്യൂർ അന്ന് ചെയ്യാൻ സമയം കിട്ടിയില്ല. ഞാൻ പെഡിക്യൂർ വല്ലപ്പോഴും ഒരു 6 മാസമൊക്കെ കൂടും. അപ്പോൾ അവരാ പറഞ്ഞു ഒരു 2 മാസം കൂടുമ്പോഴെങ്കിലും പെഡിക്യൂർ ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫുഡ് ക്രീം, നമ്മളന്ന് അങ്ങനെ ഫുഡ് ക്രീമൊക്കെ അപ്ലൈ ചെയ്യണവരുണ്ടാവും കേട്ടോ. പക്ഷേ ഈ ഹാൻഡ് ക്രീം ഫുഡ് ക്രീമുള്ള അപ്ലൈ ചെയ്യുന്ന പരിപാടിയൊന്നും എനിക്കില്ല രാത്രി കിടന്നുറങ്ങുമ്പോൾ. പക്ഷേ ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. എൻ്റെ കൈയൊക്കെ ഭയങ്കര എന്താ പറയുക, ഹാർഡായിട്ടുള്ള കൈ പോലെ. നമ്മളെപ്പോഴും ഇങ്ങനെ പാത്രം കഴുകുക ഇങ്ങനത്തെ പ്രശ്നം പൊതുവേ എന്നെ പോലെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ട്. തൊലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഭയങ്കരമായിട്ട്. പാത്രം കഴുകൽ മാത്രമല്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ തുടയ്ക്കണ സ്വഭാവമുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ മറ്റേ ലിക്വിഡ് ഇട്ടിട്ട് തുടയ്ക്കുമ്പോൾ അത് അങ്ങനെ ഫുൾ ടൈം കയ്യിൽ ഇങ്ങനെ ഓരോന്നാവും. പിന്നെ കൈ കൊണ്ട് കഴുകാനുള്ള സർഫ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ബാത്റൂം എൻ്റെ മെയിൻ പ്രശ്നം വരുന്നത് ബാത്റൂമിൽ കഴുകുമ്പോഴാണ്. ഈ 2 ദിവസം കൂടുമ്പോൾ ബാത്റൂം ഇങ്ങനെ കഴുകി അതിൽ സർഫും അതും ഇതൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു ജാതി കൈ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1 വീക്കായിട്ടാണ് ഞാൻ ഈ ഒരു ഹാൻഡ് ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. അത് രാവിലെയൊക്കെ ആകുമ്പോഴേക്കും സോഫ്റ്റ് ആവും കൈ. ഞാൻ വാങ്ങിയത് കുറേ എണ്ണം ഉണ്ട് കേട്ടോ ഹാൻഡ് ക്രീം. പക്ഷേ ഞാൻ റിവ്യൂ നോക്കിയപ്പോൾ നല്ലതും പിന്നെ ഒരു ബഡ്ജറ്റിൽ നിൽക്കുന്നതുമായിട്ട് തോന്നിയത് ബോഡി ഷോപ്പിൻ്റെ ഒരു ഹാൻഡ് ക്രീമാണ്. അത് ഷിയ ബട്ടറൊക്കെ ഉള്ളതാണ്. അത്യാവശ്യം മണവും ഉണ്ട് കേട്ടോ. എനിക്ക് അത്ര മണമില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല മണമുണ്ട്. ഇതിങ്ങനെ കയ്യിൽ തേച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ 2 കൈയിലും ഇങ്ങനെ രാത്രി കിടക്കണതിൻ്റെ തൊട്ട് മുന്നേ വേണം. എല്ലാ പണിയും കഴിഞ്ഞ് നമ്മുടെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കിടക്കുന്നതിന് മുന്നേ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് കയ്യിൽ ഇങ്ങനെ നഖത്തിലും ഇവിടെ ഇങ്ങനെ ഉള്ളിലൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ അതിപ്പോൾ 1 വീക്കായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് മസ്റ്റായിട്ടും നമ്മൾ ലേഡീസ് ഒന്ന് ട്രൈ ചെയ്യല്ല എന്തായാലും ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ പരിവരുത്ത ഭയങ്കര അങ്ങനത്തെ ഒരു കൈയായി മാറും. ഭയങ്കര സോഫ്റ്റ് കൈകൾ കണ്ടിട്ടില്ലേ, ഒരു പണിയെടുക്കാത്ത കൈകൾ കണ്ടിട്ടില്ലേ എന്ന് അറിയില്ല. അപ്പം അങ്ങനെ അതുപോലത്തെ കൈ ആവുമെന്ന് എനിക്കറിയില്ല പണിയെടുക്കണമുണ്ട്. പക്ഷെ എന്നാലും ഹാർഡ് ആവാതിരിക്കും എന്നുള്ളത് ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല വ്യത്യാസമുണ്ട്, ഒരു ചെറിയ സോഫ്റ്റ്നെസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ കാലും നമ്മളിപ്പോൾ ഇങ്ങനെ ചെരുപ്പ് ഇടാൻ തുടങ്ങി. കാരണം എൻ്റെ കാലിന് ഇങ്ങനെ ക്രാക്ക് വരുന്നുണ്ട്. ഫുള്ള് വീട്ടിൻ്റെ ഉള്ളിലും ഇങ്ങനെ വേറൊരു ചെരുപ്പ് തന്നെ വെച്ചിട്ടുണ്ട്. കാരണം ക്രാക്കും വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഫുൾ ടൈം ഈ മറ്റേ ഫ്ലോറിൻ്റെ അതും ആ കാലിലൊക്കെ അതാവല്ലേ, കാലിങ്ങനെ കഴുകിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും ചെയ്യുന്നുണ്ട്. രാത്രി കിടക്കുമ്പോൾ ഈ ഒരു ഫുഡ് ക്രീമും ചെയ്യുന്നുണ്ട്. ഇത് ഒരു സ്ക്രബ് കം ക്രീമാണ് കേട്ടോ. ഇത് ഏതിൻ്റെ ജോവീസ് ഹെർബലിൻ്റെ ജോജോബ ആൻഡ് സെസമെ ഇതാണ് ഞാൻ വാങ്ങിയത്. വേറെ കുറേയൊക്കെ ഉണ്ടാവും, അപ്പം അതെനിക്കറിയില്ല. പക്ഷെ എന്തായാലും സംഭവം അടിപൊളിയാണ്. അപ്പം ഞാൻ രാത്രി ഇതുപോലെ കിടക്കുമ്പോൾ ജസ്റ്റ് കട്ടിൻ്റെ മുകളിലിരിക്കുമ്പോൾ അതിന് മുന്നേ നന്നായിട്ടൊന്ന് കാല് ഉരച്ച് കഴുകിയിട്ട് പിന്നെ അതൊക്കെ നന്നായി തുടച്ച് ഇതൊരു ചെറിയ സ്ക്രബ് പോലെയും വരുന്നുണ്ട്. അത് കാലിൻ്റെ അടിഭാഗത്താണ് തേക്കേണ്ടത്. അതായത് നമ്മുടെ കാലിൻ്റെ മേലെ അല്ല, കാലിൻ്റെ മേലെ നമ്മൾ പ്ലം തേക്കുമല്ലോ, അടിഭാഗത്ത് ഫൂട്ടിൻ്റെ അവിടെ
പിന്നെ ക്രാക്ക്, എനിക്ക് അത്ര ക്രാക്കില്ല, പക്ഷെ എന്നാലും ആ ഭാഗത്തെ മടമ്പിൻ്റെ അവിടെ നമ്മൾ പറയും അവിടെയും താഴെ ഇങ്ങനെ തേച്ച് കിടക്കുക. അപ്പോൾ രാവിലെ നമ്മൾ എണീക്കുമ്പോഴില്ല ആ ഒരു സ്മൂത്ത്നെസ് കിട്ടും. പിന്നെ ഞാൻ വേറെ 1-2 സാധനം കൂടെ വാങ്ങിയിട്ടുണ്ട് കാലിലിട്ട്, ആ സിലിക്കൺ ഇത്. അത് ഞാൻ വന്നിട്ടില്ല, അത് വരുമ്പോൾ, അത് എപ്പോഴെങ്കിലും മാസത്തിലൊരിക്കലൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇതും ഈ 2 ഭയങ്കര യൂസ്ഫുൾ ആവുന്നുണ്ട് ഒരാഴ്ചയായിട്ടുള്ള യൂസ് ചെയ്തിട്ട്. അപ്പം പിന്നെ ഞാൻ വാങ്ങിയത്, എനിക്ക് ഭയങ്കര ഡാൻഡ്രഫിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ ഡ്രൈ സ്കിൻ ആയതുകൊണ്ടുള്ള അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഭയങ്കര ഡാൻഡ്രഫ്. അത് ഈ തണുപ്പ് കാലത്തും ജൂലൈ മാസം മഴക്കാലത്ത് ഒക്കെ ഈ മോയ്സ്ചർ കൂടുതലുള്ള സമയത്ത് കൂടും. അത് നമ്മളിനി എത്ര ചെയ്തിട്ടും കാര്യമില്ല, അത് കൂടുന്നുണ്ട്. പിന്നെ പറയണ ഗട്ട് ഹെൽത്ത് ശരിയല്ലെങ്കിലും വരും, അതൊരു സത്യമാണ് കേട്ടോ. അതായത് ഗട്ട് ഹെൽത്തിന് പ്രോബ്ലം, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്കും താരൻ വരും, അതൊരു കാര്യമാണ്. പക്ഷെ എന്നാലും എനിക്ക് താരൻ്റെ ഈ ഒരു പ്രശ്നം നല്ലോണം ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും താരൻ്റെ ഷാമ്പു യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സെൽസൺ എന്ന് പറഞ്ഞ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഭയങ്കര ഡ്രൈ ആവുക ഹെയർ. മാറ്റി പിടിച്ച് നോക്കിയപ്പോൾ ഏറ്റവും നല്ല റിവ്യൂ കണ്ടതാണ് ഈ ഒരു ബെയർ അനാറ്റമിയുടെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു. ഇന്ന് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ ഞാൻ സെൽസൺ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ അതിങ്ങനെ മുടി ഇങ്ങനെ ബാന്ന് പറഞ്ഞു നിൽക്കും, ഭയങ്കര കെമിക്കൽ. അപ്പോൾ ഇതിലങ്ങനെ കെമിക്കലും പരിപാടികളും ഒന്നുമില്ല, സാലിസിലിക് ആസിഡും ബയോട്ടിനും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മറ്റേത് താരൻ്റെ ഷാമ്പു തേച്ചുണ്ടല്ലോ ഭയങ്കര നീറ്റൽ വരും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് അറിയില്ല, ഭയങ്കര നീറ്റലും പരിപാടികളൊക്കെ വരും. ഇതിപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് നീറ്റലോ സംഭവങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇൻഫ്ലമേഷൻ അങ്ങനെ അതൊന്നും വരാതിരിക്കാനുള്ള ഒരു സംഭവം ഉണ്ട് ഇതിലെന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. പിന്നെ ഞാനൊരു ഷാമ്പുവും കണ്ടീഷണറും കൂടെ വാങ്ങിയിട്ടുണ്ട്. സാധനം എത്തിയിട്ടില്ല, കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നാളെ മറ്റന്നാളെ എത്തുള്ളൂ. പക്ഷേ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും കൊടുക്കാം, ഷാമ്പൂ ആൻഡ് കണ്ടീഷണറിൻ്റെ. അതും ഈ പറഞ്ഞ പോലെ എന്നെപ്പോലെയുള്ള ഭയങ്കര ഫ്രിസി ഹെയറിന് പറ്റിയിട്ടുള്ള ഒരു ഷാമ്പുവും കണ്ടീഷണറാണ്. ഒരു സാധനം കൂടെ വാങ്ങിച്ചു. എനിക്ക് പെർഫ്യൂം ഭയങ്കര ഇഷ്ടമാണല്ലോ, പെർഫ്യൂം ഒരു പ്രാന്തത്തിയാണ് ഞാൻ. അപ്പോൾ ഇത് ഏതിൻ്റെ അറിയോ, ഇത് പ്ലമ്മിൻ്റെ പെർഫ്യൂംസ് ഒക്കെ ഇഷ്ടമുള്ളവർ പറയൂ കേട്ടോ. പ്ലമ്മിൻ്റെ ഒരു വാനില ഒരു പെർഫ്യൂം ഉണ്ട്, എന്തൊരു അടിപൊളി. അത് പക്ഷെ എനിക്ക് കിട്ടില്ല, ഞാനത് വാങ്ങി അപ്പം മിത്ത് കൊടുക്കും. കാരണം ഞാൻ ആ ഒരു പെർഫ്യൂമിന് ഇവിടെ അടിയാണ്, മിത്തുക്കുട്ടി അപ്പം എടുക്കും. അപ്പം ഞാൻ ഇതൊരു പുതിയൊരു സംഭവമാണ്, വാനില കാരമെല്ലോ എന്ന് പറഞ്ഞിട്ട്. കോഫിയുടെ മണം, കാരമൽ മണമൊക്കെ ഇഷ്ടമുള്ള, എനിക്ക് ഇങ്ങനത്തെ മണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സ്ട്രോങ് സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ മണങ്ങൾ, കോഫി ഭയങ്കര ഇഷ്ടമാണ്, കോഫിയുടെ മണം. അപ്പോൾ അങ്ങനെ. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് തന്നെ, ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും ഉപകാരമാവുകയാണ്, എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കുട്ടി കുട്ടി ഷോർട്സ് പോലെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബൈ.